നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജപ്പാനിൽ കനത്ത നാശം വിതച്ച ഷാൻ ചുഴലിക്കാറ്റ്. കാറ്റ് കരതൊട്ടതോടെ രാജ്യമെങ്ങും കനത്ത മഴയാണ്. കാറ്റിലും മഴക്കെടുതിയിലും ഇതുവരെ 4 പേരുടെ മരണം സ്ഥിരീകരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരാളെ കാണാതായി. കാലാവസ്ഥ മോശമായതോടെ രാജ്യത്ത് വിമാന ബുള്ളറ്റ് സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ഈ വർഷത്തിലെ 10ാമത്തെ ചുഴലിക്കാറ്റായ ഷാൻ കരതൊട്ടതോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ കാറ്റും മഴയും ഇപ്പോൾ തുടരുകയാണ്. ഇത് ബിസിനസ്സുകളെയും ഗതാഗത സേവനങ്ങളെയും കാര്യമായാണ് ബാധിച്ചത്. മുൻപ് യാത്രക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്ന വടക്കൻ ക്യൂഷുവിലെ ഒരു പ്രധാന ഗതാഗത കേന്ദ്രമായ കോകുര സ്റ്റേഷൻ ഉൾപ്പെടെ ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനികളായ ജപ്പാൻ എയർലൈൻസും ഓൾ നിപ്പോൺ എയർവേസും ഷെഡ്യൂൾ ചെയ്തിരുന്ന 1177 ആഭ്യന്തര വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. പ്രാദേശിക വ്യാപാര സ്ഥാപനങ്ങളെയും ചുഴലിക്കാറ്റ് വ്യാപകമായി ബാധിച്ചു. ക്യൂഷുവിലെ മിക്കവാറും എല്ലാ പ്രധാന സൂപ്പർ മാർക്കറ്റുകളും കടകളും അടച്ചിട്ടിരിക്കുകയാണ്. കഗോഷിമ, മിയാസാക്കി പ്രിഫെക്ചറുകളിൽ മാത്രം ജപ്പാനിലെ മികച്ച 3 കൺവീനിയൻസ് സ്റ്റോർ ശൃംഖലകളുടെ ഏകദേശം 2400 ഔട്ട്ലെറ്റ് ബിസിനസ്സുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ഇതോടെ അവശ്യ സാധനങ്ങൾ അടക്കം വാങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് ജനങ്ങൾ. പരമാവധി ജാഗ്രത വേണമെന്ന് ജപ്പാൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ശക്തമായ കാറ്റ്, ഉയർന്ന തിരമാലകൾ, ഉയർന്ന വേലിയേറ്റങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ കണക്കിലെടുക്കുമ്പോൾ പരമാവധി ജാഗ്രത എന്ന് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയുടെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. അനേകം ആളുകൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തലത്തിൽ അക്രമാസക്തമായ കാറ്റ്, ഉയർന്ന തിരമാലകൾ, കൊടുങ്കാറ്റ് എന്നിവ സംഭവിക്കുമെന്നായിരുന്നു ചീഫ് ക്യാബിനറ്റ് സെക്രട്ടറി ഷിയോമാസ ഹയാഷി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത്. മണിക്കൂറിൽ 252 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കൊടുങ്കാറ്റിന്റെയും ശക്തമായ മഴയുടെയും പശ്ചാത്തലത്തിൽ ഓട്ടോ ഭീമനായ ടൊയോട്ട 14 ഫാക്ടറികളിലെ ഉൽപാദനമാണ് നിർത്തിവച്ചിരുന്നത്. ഒരാഴ്ച മുമ്പ് ജപ്പാനെ വിറപ്പിച്ച് ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. ഭൂചലനത്തിന് പിന്നാലെ അതിതീവ്ര ഭൂചലനത്തിന് സാധ്യതയെന്ന മുന്നറിയിപ്പും ഗവൺമെന്റ് നൽകുകയും ചെയ്തിരുന്നു. തെക്ക് പടിഞ്ഞാറൻ ജപ്പാനിലെ പ്രധാന ദ്വീപായ ക്യൂഷുവിന്റെ കിഴക്കൻ തീരത്തായിരുന്നു ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടത്. റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയിരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 30 കിലോമീറ്റർ താഴ്ചയിലായിരുന്നു ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ശക്തമായ ഭൂമികുലുക്കത്തെ തുടർന്ന് മേഖലയിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു. തുടർന്നാണ് ആദ്യമായി ഗവൺമെന്റ് അതിതീവ്ര ഭൂകമ്പത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയത്. മുന്നറിയിപ്പിനെ തുടർന്ന് ജപ്പാൻ പ്രധാനമന്ത്രി ഫൂമിയോ കിഷിദ യാത്രകൾ മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. 100-നും 150 വർഷത്തിനും ഇടയിലാണ് അതിതീവ്ര ഭൂകമ്പ മുന്നറിയിപ്പുകൾ നൽകപ്പെടുന്നത്. ഭൂകമ്പമുണ്ടായാൽ 2011 ജപ്പാനിലുണ്ടായ ഭൂകമ്പത്തിലും സുനാമിയിലുമുണ്ടായ നാശനഷ്ടങ്ങളുടെ ഇരട്ടിയായിരിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. 1946-ലാണ് അവസാനമായി അതിതീവ്ര ഭൂകമ്പം ഉണ്ടായത്. കഴിഞ്ഞ ഭൂചലനത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ജപ്പാനിൽ കനത്ത മഴയാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ്. യാത്രാ സേവനങ്ങളും പ്രധാന ഫാക്ടറികളിലെ ഉൽപാദനവും നിർത്തി. ദുരന്ത നിവാരണ ഏജൻസിയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് കുറഞ്ഞത് 4 പേർ കൊല്ലപ്പെടുകയും 99 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ക്യൂഷുവിന്റെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ പ്രദേശത്ത് ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റാണ് വ്യാഴാഴ്ച ഉണ്ടായതെന്ന് അധികാരികൾ വ്യക്തമാക്കി.